ഫ്രാങ്ക് ബെക്കംബോർ നമുക്കറിയാം, നമ്മളെല്ലാവരും പറയുന്നതാണ് ലെജൻഡ്സ് നെവർ ഡൈസ്. സോ അതിനകത്ത് തന്നെ ഫ്രാങ്ക് ബെക്കംബോർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഫുട്ബോളിംഗ് കമ്മ്യൂണിറ്റിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. സോ നമുക്ക് ജസ്റ്റ് ഫ്രാങ്ക് ബെക്കംബോറിൻ്റെ കരിയറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ 11, 1945 ബെക്കംബോർ ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഫുട്ബോൾ, അന്നതാണെങ്കിൽ പോസ്റ്റ് വാർ ജർമ്മനി ആയിരുന്നു. അതിനകത്ത് തന്നെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു സ്പോർട്സ്, ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ലെഷർ വാസ് ഫുട്ബോൾ. മറ്റെല്ലാ സ്പോർട്സും ഡൗൺ ആയിരുന്നു. സോ ബെക്കംബോറിന് ഫുട്ബോളിനോട് ഇഷ്ടം തോന്നുന്നു, അദ്ദേഹം ഫുട്ബോൾ തിരഞ്ഞെടുക്കുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു ഇദ്ദേഹം ഫുട്ബോളിംഗ് പാത്ത് തിരഞ്ഞെടുക്കുന്നതിൽ, പക്ഷേ അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. സോ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം 1860 മ്യൂണിക് എന്ന് പറയുന്ന മ്യൂണിക്കിലുള്ള മറ്റൊരു ടീമിൻ്റെ ഫാനായിരുന്നു. അവിടെ കളിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം. പക്ഷേ നമുക്കറിയാം, അദ്ദേഹമാണെങ്കിൽ ചെന്നെത്തിയത് വേറൊരു മ്യൂണിക് ക്ലബിലാണ്. സോ ആ മ്യൂണിക് ക്ലബിൻ്റെ തലവരെ മാറ്റിയ ഒരു പ്ലെയറും കൂടെയാണ്. സോ അങ്ങനെ 45 ജനിക്കുന്നു. യൂത്ത് ലെവലിൽ മറ്റുമൊക്കെ 1860 മ്യൂണിക് ടീമിൻ്റെ ട്രയൽസിനും അവരുടെ ഇതിലുമൊക്കെ പോകുന്നു. പക്ഷേ അവിടെ വർക്കൗട്ട് ആകുന്നില്ല, അവിടെ വെച്ച് ഇഷ്യൂസ് ഉണ്ടാകുന്നു. അങ്ങനെ 1959 ബയൺ മ്യൂണിക്കിൻ്റെ യൂത്ത് ടീമിൽ ബെക്കംബോർ ചേരുകയാണ്. അങ്ങനെ 1963 അന്ന് വെസ്റ്റ് ജർമ്മനിയിലുള്ള 5 റീജിയണൽ ലീഗ്സും കൂടെ ഒന്നിക്കുകയും ബുണ്ടസ് ലീഗ എന്ന് പറയുന്ന ഒറ്റ ലീഗായി ഫോം ചെയ്യുകയും അങ്ങോട്ടേക്ക് റീജിയണൽ ഡിവിഷനിൽ നിന്നും ക്ലബ്ബുകളെ കയറ്റുകയുമാണ്. അങ്ങനെ 5 റീജിയണൽ ഡിവിഷനിൽ നിന്നും മ്യൂണിക്കിൽ നിന്നും ഒരേ ഒരു ക്ലബിന് അവസരമുള്ളൂ. സോ ആ അവസരം വീണത് 1860 മ്യൂണിക്കിനാണ്, ബയൺ മ്യൂണിക്കിനല്ല. കാരണം അതിന് തൊട്ട് മുമ്പത്തെ സീസണിൽ റീജിയണലിലെ ചാമ്പ്യന്മാർ 1860 മ്യൂണിക്കായിരുന്നു. അതിനാൽ തന്നെ ആ റീജിയനിൽ നിന്നും കയറിയത് മ്യൂണിക്കാണ്, 1860 മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്കിന് കിട്ടിയില്ല. ബയൺ മ്യൂണിക്ക് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ കാര്യത്തിൽ. അങ്ങനെ കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരർത്ഥത്തിൽ അന്ന് ആ കയറാനത് ഒരർത്ഥത്തിൽ നന്നായി, കാരണം ബയണിൻ്റെ തലവര തന്നെ മാറിയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ബയൺ മ്യൂണിക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബയൺ മ്യൂണിക്ക് അവരുടെ മറ്റ് മേജർ പ്ലേയേഴ്സിനെയൊക്കെ വിൽക്കുകയാണ്. ബുണ്ടസ് ലീഗയിലുള്ള, അതായത് ബുണ്ടസ് ലീഗ ഫോം ചെയ്ത് അവിടെയുള്ള ക്ലബ്ബുകളിലോട്ട് വിൽക്കുകയാണ്. അതിനുശേഷം യൂത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. സോ ബെക്കംബോറിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജെറാഡ് മുള്ളറെ, നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ ലെജൻഡറി പ്ലേയേഴ്സിനെ അവർ യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ്. സോ അന്ന് ഈ ബയൺ മ്യൂണിക്കിനെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഒരു ഡോമിനൻ്റ് ടീമോ ഒന്നുമല്ല. ബയൺ മ്യൂണിക് ആക്കിയ പ്ലേയേഴ്സിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ബെക്കംബോർ. അങ്ങനെ 63 ബുണ്ടസ് ലീഗ ഫോം ചെയ്യുന്നു. 65 ബയൺ മ്യൂണിക്ക് റീജിയണൽ ചാമ്പ്യന്മാരും മറ്റും ആയിക്കൊണ്ട് ബുണ്ടസ് ലീഗയിലോട്ട് യോഗ്യത നേടുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെക്കംബോർ ഒരു അറിയപ്പെടുന്ന പേരായി വരികയാണ്. അദ്ദേഹം ആദ്യ സമയങ്ങളിലൊക്കെ ഒരു സ്ട്രൈക്കറായിട്ടായിരുന്നു യൂത്ത് ലെവലിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ പിന്നീട് മിഡ്ഫീൽഡിലോട്ട് മാറുകയുണ്ടായി. ഈ ഒരു 65 സമയമൊക്കെ ആകുമ്പോഴേക്കും മിഡ്ഫീൽഡിലോട്ട് കളിക്കുകയുണ്ടായി. സോ 66 വേൾഡ് കപ്പ് വരികയാണ്. 66 വേൾഡ് കപ്പിൽ പുള്ളി ഒരു മിഡ്ഫീൽഡറായിട്ടാണ് വരുന്നത്. യങ് പ്ലെയറാണ്, മിഡ്ഫീൽഡറായിട്ട് വരികയാണ്. അങ്ങനെ 66 വേൾഡ് കപ്പിൽ നമുക്കറിയാം ഇംഗ്ലണ്ടിനോട് ഫൈനലിൽ തോൽക്കുകയും ഇംഗ്ലണ്ട് അവരുടെ ഒരേ ഒരു വേൾഡ് കപ്പ് നേടുകയുമാണ്. 66 വേൾഡ് കപ്പ് ഫൈനലിൽ തോക്കുകയാണ്. ആ വേൾഡ് കപ്പിൽ മിഡ്ഫീൽഡറായിട്ട് 4 ഗോൾ സ്കോർ ചെയ്യുകയും ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി ബെക്കംബോർ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ 66 വേൾഡ് കപ്പ് പോകുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 65 ബുണ്ടസ് ലീഗയിൽ വന്നതിന് ശേഷം DFB പോക്കലും അതുപോലെ തന്നെ യൂറോപ്യൻ കപ്പും പിന്നീട് ബുണ്ടസ് ലീഗയും ഈ ഒരു 70 മുമ്പ് തന്നെ നേടുകയാണ് ഈ ഒരു ബെക്കംബോറിൻ്റെ അണ്ടറിൽ. എന്നിട്ട് ആ ഒരു 70 കാലഘട്ടം ആകുമ്പോഴേക്കും ബെക്കംബോർ ക്യാപ്റ്റൻ ആവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബുണ്ടസ് ലീഗയിൽ അഥവാ ബയൺ മ്യൂണിക്കിൻ്റെ ക്യാപ്റ്റനായി മാറുകയാണ്. അങ്ങനെ 70 വേൾഡ് കപ്പ് വരികയാണ്. 1970 വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയാണ്, പകരം വീട്ടുകയാണ്. പക്ഷേ 70 സെമി ഫൈനലിൽ ദ മാച്ച് ഓഫ് ദ സെഞ്ചുറി എന്ന് പറയുന്നത് ഇറ്റലി വേഴ്സസ് ജർമ്മനി സെമി ഫൈനൽ മാച്ച് വരികയാണ്. ആ മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ബെക്കംബോർ ഒരു ഡിഫൻഡറായി മാറിയിരുന്നു. സോ ഈ ഒരു സമയത്ത് പറയേണ്ട ഒരു കാര്യമാണ്, 70കളിലോട്ട് അടുക്കുമ്പോൾ ഈ ഒരു സ്വീപ്പർ കീപ്പർ എന്ന് പറയുന്ന റോള് അതിന് മുമ്പും സ്വീപ്പർ ഡിഫൻഡർ, അതായത് സ്വീപ്പർ എന്ന രീതിയിൽ ഒരു ഡിഫൻഡർ കളിക്കുക. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു റോൾ ഇതിനു മുമ്പ് പല ക്ലബ്ബുകളും പരീക്ഷിച്ചു. സോ അദ്ദേഹം അല്ല ആ ഒരു റോൾ ഇൻവെൻറ്റ് ചെയ്തത്, പക്ഷേ ആ ഒരു റോള് റെവല്യൂഷനൈസ് ചെയ്ത് സ്വീപ്പർ ഡിഫൻഡർ എന്ന് പറയുന്ന ആ ഒരു റോൾ റെവല്യൂഷനൈസ് ചെയ്തത് ബെക്കംബോറാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഡിഫൻഡറായിട്ടാണ് കളിക്കുന്നത്. ആ സെമി ഫൈനലിൽ നിശ്ചിത സമയത്ത് 1-1 സമനിലയാണ്. പക്ഷേ ഫുൾ ടൈം ആകുമ്പോഴേക്കും 4-3 ഇറ്റലി ജയിക്കുകയാണ്. അപ്പോൾ ആ മാച്ച് നടന്ന ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ
ബെക്കം പവറിന് ഒരു ഫൗൾ റിസീവ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവുകയാണ്. സോ ജർമ്മനി എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും നടത്തി കഴിഞ്ഞു. അവർക്ക് ഓപ്ഷൻ ഇല്ല. ബെക്കം പവറിനെ പിൻവലിക്കുക, 10 പേരുമായി കളിക്കുക, അതാണ് ഒരു ഓപ്ഷൻ. സോ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വളരെ റിസ്ക്കിയാണ് കളിക്കുന്ന. സേഫസ്റ്റ് ഓപ്ഷൻ ഈസ് പ്ലെയറിനെ പിൻവലിക്കുക. പക്ഷേ ബെക്കം പവർ റെഡി അല്ലായിരുന്നു പിന്മാറാൻ. പുള്ളി ഒരു സ്ട്രാപ്സും മറ്റുമൊക്കെ ഷോൾഡേഴ്സിൽ കെട്ടിക്കൊണ്ട് ആ ഒരു ഒറ്റ കൈ ഷോൾഡർ വെച്ചോണ്ട് ഒരു ഷോൾഡർ ഇഞ്ചറിയും വെച്ചോണ്ട് ആൾ ആ മാച്ച് പൂർത്തിയാക്കുകയാണ്. ധാരാളം മിനിറ്റ്സ് അതും വെച്ച് അദ്ദേഹം കളിക്കുന്നുണ്ട്. സോ ആ സ്ട്രാപ്പൊക്കെ ആ ഒരു ഇഞ്ചറിയും വെച്ച ആൾ കളിക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പറ്റുവാണെങ്കിൽ ഒന്ന് കയറി കാണാം. ഒരു ലെജൻഡറി മൂവ് ആയിരുന്നു. പക്ഷേ എന്ത് പറയാനാണ്, അവർ ആ 70 വേൾഡ് കപ്പിൽ തോക്കുകയാണ്. സെമി ഫൈനലിൽ തോറ്റ് പുറത്താവുകയാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 70 കഴിഞ്ഞ് 70-നും 80-നും ഇടയിൽ ബെക്കം പവറിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് 3 ബുണ്ടസ് ലീഗ ടൈറ്റിലുകൾ അടുപ്പിച്ച് നേടുന്നു. 3 യൂറോപ്യൻ കപ്പുകൾ അടുപ്പിച്ച് ബയൺ മ്യൂണിക്ക് നേടുന്നു. DFB പോക്കലും നേടുന്നു. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 72-ലും 76-ലും ബാലൺ ഡിയോർ ബെക്കം പവർ നേടുകയാണ്. കൂടാതെ 74-ലും 75-ലും റണ്ണറപ്പ് ആവുകയും 1966 തേർഡ് സ്പോട്ടിൽ ഫിനിഷ് ചെയ്യുകയുമാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1974 വേൾഡ് കപ്പ് വരികയാണ്. അതിനു മുമ്പ് ഒരു സംഭവം നടക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ദ ഖൈസർ എന്ന് പറയുന്ന ആ ഒരു പേര്, ദ എംബറർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ഒരു പേര് വരികയാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഷാൽക്കെതിരെയുള്ള DFB പോക്കൽ മാച്ചിൽ ആ ഒരു ടൂർണമെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. സോ ആ ഒരു ടൂർണമെൻറ്റിലെ ഫൈനലിൽ ഷാൽക്കയുടെ ഒരു പ്ലെയർ, പുള്ളീനെ അറിയപ്പെടുന്നത് ദ കിങ് എന്നായിരുന്നു പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഷാൽക്കയുടെ ഒരു പ്ലെയർ, ആ പ്ലെയറിനെ ബെക്കം പവർ പൂട്ടുകയും കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു. പിന്നെ ആ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ വരുന്നത്. സോ അങ്ങനെ ദ കിങ്ങിന് മുകളിലുള്ള ആരാണ്? ദ എംബറർ. കിങ്ങിനേക്കാളും മുകളിലുള്ളത്. സോ കിങ്ങിനെ പൂട്ടിയാണ് ദ എംബറർ. അങ്ങനെയാണ് ദ ഖൈസർ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായത്. സോ അങ്ങനെ 74 വേൾഡ് കപ്പ് വരികയാണ്. 74 വേൾഡ് കപ്പിൽ യോഹാൻ ക്രോയ്ഫിൻ്റെ ഹോളണ്ട് ആയിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ്. ആൻഡ് അവർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്, ജർമ്മനിയും ഹോളണ്ടും. അതിൽ ക്രൈഫിനെ ബെക്കം പവർ പൂട്ടുകയുണ്ടായി. 74 വേൾഡ് കപ്പ് ജർമ്മനി അടിക്കുകയാണ്. അങ്ങനെ 2 വട്ടം തൻ്റെ കയ്യിൽ നിന്ന് പോയ വേൾഡ് കപ്പ് അടിക്കുകയാണ്. 74 വേൾഡ് കപ്പ് ബെക്കം പവർ അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ 77-ൽ അദ്ദേഹം അതിൻ്റെ 31-ാം വയസ്സിൽ ബയൺ മ്യൂണിക്കിൽ നിന്നും പോവുകയും അദ്ദേഹമാണെങ്കിൽ ന്യൂയോർക്ക് കോസ്മോസ് എന്ന് പറയുന്ന, അന്നാണെങ്കിൽ ഈ MLS അല്ല, അന്ന് നോർത്ത് അമേരിക്കൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാണ്. സോ അതിൽ NASL പോയി അദ്ദേഹം ചേരുകയാണ്. പെലെയോടൊക്കെ ഒപ്പം തന്നെ അന്ന് പെലെ, യോഹാൻ ക്രോയ്ഫ്, ബെക്കം പവർ മുതലായ താരങ്ങളെല്ലാം ഈ ഒരു ഇങ്ങോട്ട് നീങ്ങുകയും ആ ഒരു നോർത്ത് അമേരിക്കയിലെ ഫുട്ബോൾ റവല്യൂഷനൈസ് ചെയ്യുകയുമാണ്. ആ സമയത്ത് പെലെയോടൊപ്പം അദ്ദേഹം ന്യൂയോർക്ക് കോസ്മോസിൽ ചേരുകയും അവർ 3 ടൈറ്റിൽസ് നേടുകയാണ്. അങ്ങനെ 1977 അവിടെ ജോയിൻ ചെയ്യുകയും 1980-ൽ 3 ലീഗ് ടൈറ്റിൽസ് അവിടെ നേടിക്കൊണ്ട് ആൾ തിരിച്ച് വീണ്ടും ഹാൻബർഗിലോട്ട് വരികയാണ്. ഹാൻബർഗ് വന്ന് 2 സീസൺ അവിടെ കളിക്കുന്നു. അവിടെ വീണ്ടും ഒരു ബുണ്ടസ് ലീഗ നേടുന്നു ഹാൻബർഗിനോടൊപ്പം. എന്നിട്ട് വീണ്ടും തിരിച്ച് 1983-ൽ ന്യൂയോർക്ക് കോസ്മോസിലോട്ട് വീണ്ടും പോവുകയും അവിടെ ഒരു സീസണോടെ കളിക്കുകയും അവിടെ വീണ്ടും ഒരു കപ്പടിക്കുകയും അങ്ങനെ 1983-ൽ തൻ്റെ 38-ാം വയസ്സിൽ ആൾ റിട്ടയർ ആവുകയുമാണ്. അങ്ങനെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം വെറുതെ ഇരുന്നില്ല, വീണ്ടും അദ്ദേഹം ഫുട്ബോളിലോട്ട് തന്നെ തിരിച്ചു വരുന്നു. അദ്ദേഹം 86-ൽ ജർമ്മനീനെ കോച്ച് ചെയ്യുകയാണ്. സോ 86 വേൾഡ് കപ്പ് ഫൈനലിൽ മറഡോണയുടെ അർജൻറ്റീനയോട് തോക്കുകയാണ്. പക്ഷേ അതിന് പ്രതികാരം അദ്ദേഹം വീണ്ടും വീട്ടുകയാണ്. 1990-ൽ ഫൈനലിൽ മറഡോണയുടെ അർജൻറ്റീനയെ തന്നെ തോപ്പിച്ചുകൊണ്ട് അദ്ദേഹം കപ്പ് ചൂടുകയാണ്. സോ അദ്ദേഹം ലെജൻഡറി സ്റ്റാറ്റസിലോട്ട് എത്തുകയാണ്. അതുപോലെ വേൾഡ് കപ്പ് നേടുകയും അതുപോലെ തന്നെ ആസ് എ പ്ലെയർ ആൻഡ് ആസ് എ കോച്ച് വേൾഡ് കപ്പ് നേടുന്ന ഒരു താരമായി അദ്ദേഹം മാറുകയാണ്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മാർസയ്ക്കൊപ്പം ലീഗ് 1 നേടിയിട്ടുണ്ട്, മാർസയുടെ കോച്ചായിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ബുണ്ടസ് ലീഗ നേടിയിട്ടുണ്ട്, യൂറോപ്യൻ കപ്പ് നേടിയിട്ടുണ്ട് ആസ് എ കോച്ച്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഓവറോൾ കരിയർ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ ആസ് എ പ്ലെയർ പുള്ളിയാണെങ്കിൽ ഒരു വേൾഡ് കപ്പ്, ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്, 2 ബാലൺ ഡിയോർ, 5 ബുണ്ടസ് ലീഗ, 4 DFB പോക്കല്, 3 UEFA ചാമ്പ്യൻസ് ലീഗ്, 1 UEFA കപ്പ് വിന്നേഴ്സ് കപ്പ്, 2 UEFA സൂപ്പർ കപ്പ്, 1 ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ്, 3 അമേരിക്കൻ സോക്കർ ലീഗ് ടൈറ്റിൽസ്. അതിനുശേഷം ആസ് എ കോച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു വേൾഡ് കപ്പ്, ഒരു UEFA കപ്പ്, ഒരു ലീഗ് 1, ഒരു ബുണ്ടസ് ലീഗ. സോ എല്ലാം അദ്ദേഹം നേടുകയുണ്ട്. ആസ് എ പ്ലെയർ ആൻഡ് ആസ് എ കോച്ച് അദ്ദേഹം എല്ലാം നേടുകയുണ്ടായി. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലെജൻഡറി കരിയർ സ്റ്റാറ്റസ് പറയാനായിട്ടുള്ളത്. നമ്മൾ ഫുട്ബോളിൽ പറയാറുണ്ട് ഒരു ഡിഫൻഡർ ഡ്രിബിൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ കൊണ്ടുപോയി ബോൾ കളയുമ്പോൾ ഇപ്പോഴും കമൻറ്റേറ്റേഴ്സ് പറയുന്ന ഒരു സംഭവമാണ്, ഹൂ ഡസ് ഹി തിങ്ക് ഹീ ഈസ് ബെക്കം പവർ, ഈസ് ഹി ഫ്രാങ്ക് ബെക്കം പവർ? നിങ്ങൾ ഫ്രാങ്ക് ബെക്കം പവർ എന്നാണോ അവൻ വിചാരിക്കുന്നതെന്ന്
കളിയാക്കിയാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ അവർ ചോദിക്കും. ഒരു ഡിഫൻഡർ ഒരു എക്സ്ട്രാ റിസ്ക് എടുത്ത് ബോളുമായിട്ട് അനാവശ്യമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇപ്പോഴും ഈ ഒരു മോഡേൺ ഫുട്ബോൾ എറയിലും ബെക്കംബോറിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകും. കാരണം കമൻറ്റേറ്റേഴ്സ് പോലും ആ ഒരു പ്ലെയർ ഒരു ഡിഫൻഡർ ബാക്കിൽ നിന്ന് കയറാൻ ശ്രമിക്കുമ്പം ഫ്രാങ്ക് ബെക്കംബോർ ആണോ എന്നാണ് ചോദിക്കുന്നത്. സോ അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസ്. അതിനുശേഷം നമുക്കറിയാം ഇതേ ഈ പ്രോസസ് ഞാൻ റവല്യൂഷനൈസ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 80s 90s ഒക്കെ എല്ലാ ടീമിലും ഈ ഒരു സ്വീപ്പർ സെൻറ്റർ ബാക്ക് വേണമെന്നുള്ളൊരു വാശി വരികയും പിന്നെ നമ്മൾ കണ്ടാണ് ബരേസി, റൊണാൾഡ് കോമാനൊക്കെ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇപ്പം ഈ നമ്മൾ കാണുന്ന ഈ റെവല്യൂഷനൈസ് ചെയ്ത ഒരു സെൻറ്റർ ബാക്ക് എന്ന പൊസിഷൻ റെവല്യൂഷനൈസ് ചെയ്ത ഒരു ലെജൻഡറി പ്ലെയറാണ് ബെക്കംബോർ. ആൻഡ് ലെജൻഡ് നെവർ ഡൈസ്. അദ്ദേഹത്തിന് 78-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷേ യു ഹാവ് ടു സേ ലെജൻഡ്സ് നെവർ ഡൈസ്. അദ്ദേഹത്തിൻ്റെ മെമ്മറി എപ്പോഴും എറ്റേണിറ്റിയാണ്. ഫുട്ബോൾ നിൽക്കുന്നിടത്തോളം കാരണം അദ്ദേഹത്തിൻ്റെ പേര് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. റെവല്യൂഷണറിനെയും ലോകത്ത് ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം എത്ര നാൾ നിലനിൽക്കുന്നോ അത്രയും നാൾ ബെക്കംബോറിൻ്റെ പേര് അവിടെ കാണും. സോ ഇതാണ് ബെക്കംബോറിൻ്റെ ജസ്റ്റ് ഒരു പറയാനായിട്ടുള്ള ലെജൻഡറി പ്ലെയർ, ലെജൻഡറി സ്റ്റാറ്റസ്, ഒന്നും പറയാനില്ല. ബൈ.